ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് ഫോർഡ് എക്കോസ്പോർട്ട് ഉണ്ടാവും. എക്കോസ്പോർട്ടിൻ്റെ ഗിയർ ഓയിൽ ലീക്ക് ഉണ്ട്. ഗിയർ ഓയിൽ നോക്കി ലീക്ക് ഉണ്ട്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഷിഫ്റ്റ് ഷാഫ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സീലിൻ്റെ ആയി കൂടെ ഓയിൽ ലീക്കായി പോകണുണ്ടോ, ഈ ഭാഗത്ത് കൂടെ ലീക്കായി പോകണം. അപ്പം ഇനി അതിൻ്റെ ഷാഫ്റ്റിൻ്റെ സീല് മാറ്റണം. അപ്പോൾ ആ സീല് മാറ്റണം ഇന്നത്തെ വർക്ക്. അപ്പോൾ കേബിൾ അയക്കണം, ഈ രണ്ട് കേബിൾ അയക്കണം. കേബിൾ അയച്ചതിന് ശേഷം ഇതാ ഈ ഒരു ബ്ലാക്ക് കവർ ഉണ്ടല്ലോ, അത് അയച്ചെടുക്കണം കേട്ടോ. അതിന് 3 8 ബോൾട്ടും കാര്യങ്ങളുണ്ടായിരിക്കും. അത് അയച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഷാഫ്റ്റിൻ്റെ റാഡും കാര്യങ്ങളൊക്കെ അയക്കണം. അപ്പോൾ അത് നമുക്ക് അയച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കേബിളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ കവർ അയച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഫോർക്ക് അയക്കണം. ഫോർക്ക് അയക്കാന്നുണ്ടെങ്കിൽ അതിന് ലോക്ക് ഉണ്ട്. ആ ലോക്ക് ജസ്റ്റ് വലിച്ചെടുക്കണം കേട്ടോ. അത് കാണിച്ചു തരാം. പിന്നെ ആദ്യം നമുക്ക് ഫോർക്ക് അയക്കാം. വേണ്ട, ഫോർക്കിൻ്റെ ലോക്ക് ഊരിയെടുത്തു. ഇനി ഇത് ബാക്കിലേക്ക് വലിക്കുക. ഇതിങ്ങനെ ബാക്കിലേക്ക് വലിക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഒരു ബൂട്ടുണ്ട്. ആ ബൂട്ട് അവിടെ തടഞ്ഞ് നിൽക്കും. അപ്പോൾ ആ ബൂട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ ഫോർക്ക് മാത്രമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ബൂട്ട് അവിടെ തടഞ്ഞിട്ടില്ലാണ്. ആ ബൂട്ട് നമുക്ക് മാറ്റി കൊടുക്കണം. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ബാക്കിലേക്ക് വലിച്ചെടുത്തായി കേട്ടോ. വേണ്ടോ, ഈ ബൂട്ടൊന്ന് മാറ്റി കൊടുക്കുക. ഇനി ആ ഫോർക്ക് ബാക്കിലേക്ക് വലിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളൊരു ബുഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇൻബിൽഡായിരിക്കും, അത് പോരൊന്നുമില്ല. ഓക്കെ, ഫോർക്ക് നമ്മൾ വലിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാണ് മാറ്റിയേക്കുക. ഓക്കെ, ഇനി ഇതാണ് മാറ്റിയേക്കുക. ഇനി അടുത്ത് നമുക്ക് കഴിക്കാനുള്ളത് ഫോർക്കിൻ്റെ ഇപ്പുറത്തൊരു ഫോർക്ക് കൂടി ഉണ്ട്. 40ൻ്റെ ഫ്ലവർ കേട്ടോ. ആ ഫ്ലവർ അയച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ കൂടി നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് സീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആ ബോൾട്ട് അയക്കാം. അപ്പോൾ 40ൻ്റെ ഫ്ലവറാണ് വരുന്നത്. അപ്പോൾ ആ ബോൾട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ബോൾട്ട് അഴിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഫോർക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ബാക്കിലേക്ക് എടുത്താൽ മതി. അത് മാത്രമായിട്ടും പോരും കേട്ടോ. ഓക്കെ, ഇനി അതോടെ മാറ്റി വയ്ക്കാം. ഇനി ഉള്ളതാണ് നമുക്ക് സീലിൻ്റെ ബൂട്ട് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ബൂട്ട് ആദ്യം പുറത്തേക്ക് എടുക്കുക. അതിന് ശേഷം ഗിയർ ഓയിൽ ചോർത്തണം. ഓക്കെ, ബൂട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ 2 സീല്, ഈ സീല് തോണ്ടിയെടുക്കണം. അപ്പോൾ തോണ്ടിയെടുക്കാൻ നമ്മൾ ഗിയർ ഓയിൽ ചോർത്തിയില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഗിയർ ഓയിൽ ചോർത്താം. ഗിയർ ഓയിൽ ചോർത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് കൂടെ ഓയിൽ വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഗിയർ ഓയിൽ ചോർത്താലും ഞെട്ട്. അപ്പോൾ ഗിയർ ഓയിൽ ഫുള്ളായിട്ട് നമ്മൾ ഡ്രൈൻ ചെയ്തിട്ടുണ്ട്. മുകളിലെ കണ്ണ അല്ലെങ്കിൽ ഉണ്ടോ ഗിയർ ഓയിൽ ഒഴിക്കാമല്ലത്. ഓക്കെ, അപ്പം ഞാൻ സീല് തിക്കിയെടുക്കുക കേട്ടോ. ഒരു മൈനസ് കൊണ്ട് തിക്കി എടുത്താൽ മതി കേട്ടോ. കുറച്ച് ഇപ്പോൾ സിമ്പിളായിട്ട് പോരും. ഞാൻ കുറച്ച് നേരം തിക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടി തിക്കാണ് കേട്ടോ. മൈനസ് കൊണ്ട് ജസ്റ്റ് എല്ലാ സൈഡും തിക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് കേട്ടോ സീല്. ഈ ഒരു കുഞ്ഞൻ സീലാണ് വരുന്നത്. ഇത് കൂടെയാണ് ഇപ്പോൾ ഗിയർ ഓയിൽ ലീക്കായി പോയിട്ടുള്ളത്. ഇനി ആ ഭാഗം നല്ലപോലെ ക്ലീൻ ചെയ്യാം. പെട്രോൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഓയിൽ മയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം പുതിയ സീൽ നമുക്ക് അടിക്കണം. പുതിയ സീൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഫോർഡിൻ്റെ ഒറിജിനൽ സീലിനെ മേടിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ സീലും വരും, അതിൻ്റെ ബൂട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് സീലും ബൂട്ടും. ബൂട്ട് നമുക്ക് വേറെ എടുത്ത് വെക്കാം. അപ്പോൾ ബൂട്ട് എന്താ കേട്ടോ, ബൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് സീല്. നമുക്ക് സീല് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നല്ലപോലെ ക്ലീൻ ആക്കണം കേട്ടോ. എന്താ സീല് വെക്കണം. സീൽ വെച്ചിട്ട് എല്ലാ ഭാഗം കറക്റ്റായിട്ട് ഭാഗത്ത് പ്രസ് ചെയ്യണമെങ്കിൽ പ്രസ് ചെയ്ത് വെക്കുക. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കയറി പോകില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അടിച്ചു കൊടുക്കേണ്ട എങ്ങനെയാണ് കാണിച്ചു തരാം. ഓക്കെ, സീൽ അടിച്ചിട്ടുണ്ട്. ഇനി ഈ പഴയ സീൽ നേരെ തിരിച്ച് വെക്കുക. അതിൻ്റെ ഫ്രണ്ടിലോട്ട് വെക്കുക. അതിന് ശേഷം ഒരു 15ൻ്റെ ലോങ് ബോക്സ് എന്തെങ്കിലും എടുക്കുക. അത് ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കുക. എന്നിട്ട് ആമർ കൊണ്ട് ജസ്റ്റ് 2 തട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ സീൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും കേട്ടോ. ഇതേപോലെ തട്ടി കൊടുത്താൽ മതി. അല്ലാതെ മൈനസും ഇതൊന്നും വെച്ചിട്ട് ഒറ്റയടിക്ക് തട്ടരുത്. പഴയ സീൽ വെക്കുക, അതിൻ്റെ മുകളിൽ ഈ ബോക്സും വെച്ച് തട്ടി കൊടുത്താൽ മതി. സീൽ പക്കയായിട്ട് കയറിപ്പോവും. പിന്നെ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ നല്ലപോലെ ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മളെ ബൂട്ടും കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ അഴിച്ച സാധനങ്ങളൊക്കെ പഴയ പോലെ തന്നെ ഫിറ്റ് ചെയ്യട്ടോ. എന്താ ഫോർക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലോക്കും കാര്യങ്ങളും ഇടണം. പിന്നെ കേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഗിയർ ഓയിൽ ഒഴിച്ചതിന് ശേഷം വണ്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിച്ച് നോക്കുക. എല്ലാ ഗിയറും കാര്യങ്ങളും മാറ്റിയതിന് ശേഷം ലീക്കുണ്ടോ ചെക്ക് ചെയ്യാം.